ഹായ് മക്കളെ, കോമ്പറ്റേറ്റീവ് എക്സാംസിന് വേണ്ടി നമ്മൾ എപ്പോൾ മുതലാണ് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യേണ്ടത്? +1 +2 ഒക്കെ കഴിഞ്ഞതിന് ശേഷമാണ്. അല്ല, എത്രയും ഏർലിയസ്റ്റ് ആയിട്ട് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കുമോ അത്രയും ഏർലിയസ്റ്റ് ആയിട്ട് തന്നെ നമ്മൾ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യേണ്ടതുണ്ട്. അത് മിസ് പറയുന്നതിനൊരു ചെറിയ കാരണമുണ്ട് കേട്ടോ. ഓരോ വർഷം കഴിയും തോറും കോമ്പറ്റേറ്റീവ് എക്സാമുകൾക്ക് അപ്പിയർ ചെയ്യുന്ന സ്റ്റുഡൻസിൻ്റെ എണ്ണം കൂടിക്കൂടി വരികയാണ്. നമ്മുടെ ലാസ്റ്റ് ഇയർ മാത്രം എടുത്താൽ 25 ലക്ഷത്തോളം കുട്ടികളാണ് നീറ്റ് എക്സാമിന് അപ്പിയർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുമാത്രമല്ല, നമ്മളങ്ങ് നോർത്ത് ഇന്ത്യയിലൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെയുള്ള ഓരോ കുട്ടികളും വളരെ ചെറിയ പ്രായം മുതൽക്കേ തന്നെ ഈ നീറ്റ്, JEE, NDA പോലുള്ള എക്സാംസിന് വേണ്ടി പ്രിപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്യും. അപ്പം ഇതേപോലെയുള്ളവരോട് കോമ്പീറ്റ് ചെയ്യുമ്പോൾ നമ്മളും അത്രയും ഏർലിയസ്റ്റ് ആയിട്ട് തന്നെ പ്രിപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്യേണ്ടതുണ്ട്. ഈ ഒരു കൺസേൺ മനസ്സിൽ വെച്ചുകൊണ്ടാണ് നമ്മുടെ സൈലം ഫാൽക്കൺ ബാച്ച് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. 6 മുതൽ 10ാം ക്ലാസ് വരെ പഠിക്കുന്ന മക്കൾക്ക് വേണ്ടി നീറ്റ്, JEE, NDA, ഒളിമ്പ്യാഡ് പോലെയുള്ള കോമ്പറ്റേറ്റീവ് എക്സാമുകൾക്ക് വേണ്ടി നമ്മളിവിടെ കോച്ചിങ് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള പല ടോപ്പിക്കുകളും നീറ്റ്, JEE ഓറിയൻറ്റഡ് ആണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു കോച്ചിങ് നിങ്ങൾ എടുക്കുമ്പോൾ നിങ്ങൾക്ക് വളരെ ഈസിയായി റിലേറ്റ് ചെയ്ത് പഠിക്കാനായിട്ട് സാധിക്കും. ഇനി നീറ്റ്, JEE പോലെയുള്ള കോഴ്സുകൾ പഠിപ്പിച്ച് വർഷങ്ങളോളം എക്സ്പീരിയൻസ് ഉള്ള അത്രയും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഫാക്കൽറ്റീസ് ആണ് നിങ്ങൾക്ക് വേണ്ടി മെറ്റീരിയൽസ് പ്രിപ്പയർ ചെയ്യുന്നതും ക്ലാസ്സസ് എടുക്കുന്നതും. അതുമാത്രമല്ല മക്കളെ, നമ്മൾ കൺവെൻഷനലായിട്ട് തിയറി എക്സാംസ് എഴുതുന്നതിന് വേണ്ടിയിട്ടാണല്ലേ ബോർഡ് എക്സാമിന് വേണ്ടി പഠിക്കുക. പക്ഷേ ആ ഒരു പാറ്റേണിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും നിങ്ങൾ ഈ കോമ്പറ്റേറ്റീവ് എക്സാംസ് എഴുതി കഴിഞ്ഞാൽ ഫേസ് ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് നിങ്ങളത് സോൾവ് ചെയ്യേണ്ടതെന്നും എങ്ങനെയാണ് ടൈം മാനേജ് ചെയ്യേണ്ടതെന്നും ഒക്കെ നിങ്ങൾക്ക് ഈ ഒരു കോച്ചിങ്ങിലൂടെ കൃത്യമായിട്ട് ടാക്കിൾ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മുടെ ഫാൽക്കൺ ബാച്ചിനെ പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ ഈ കാണുന്ന നമ്പറിൽ നിന്ന് കോൺടാക്ട് ചെയ്യുക. ഓൾ ദി ബെസ്റ്റ്.